ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ 4ാമത്തെ ദർശനമായ മായാദർശനത്തിലെ 5ാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ദ്രിയാണി മനോബുദ്ധി പഞ്ചപ്രാണാദയോ യയാ വിസൃജ്യന്തെ സൈവ പരാ സൂക്ഷ്മാംഗാനി ചിദാത്മനഃ. ഇന്ദ്രിയാണി മനോബുദ്ധി പഞ്ചപ്രാണാദയോ യയാ വിസൃജ്യന്തെ സൈവ പരാ സൂക്ഷ്മാംഗാനി ചിദാത്മനഃ. ഇതാണ് ശ്ലോകം. ആദ്യമായി ഈ ശ്ലോകത്തെ പദച്ഛേദം ചെയ്ത് അന്വയിച്ച് മനസ്സിലാക്കാം. ചിദാത്മനഃ സൂക്ഷ്മാംഗാനി ഇന്ദ്രിയാണി മനോബുദ്ധി പഞ്ചപ്രാണാദയോ യയാ വിസൃജ്യന്തേ സാ ഏവ പരാ. ഇങ്ങനെയാണ് ഇതിനെ പദച്ഛേദം ചെയ്ത് അന്വയിക്കേണ്ടത്. ഇനി ഈ ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ പരിശോധിക്കാം. ചിദാത്മനഃ ചിദാത്മാവിന്റെ സൂക്ഷ്മാംഗാനി സൂക്ഷ്മാംഗങ്ങളായ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളും മനോബുദ്ധി മനസ്സും ബുദ്ധിയും പഞ്ചപ്രാണാദയോ പഞ്ചപ്രാണങ്ങൾ മുതലായവയും യയാ യാതൊന്നിനാൽ വിസൃജ്യന്തേ സൃഷ്ടിക്കപ്പെടുന്നുവോ സാ ഏവ പര അതുതന്നെയാകുന്നു പര എന്ന മായ. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ചിദാത്മാവിന്റെ സൂക്ഷ്മാംഗങ്ങളായ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പഞ്ചപ്രാണങ്ങൾ മുതലായവയും യാതൊന്നിനാലാണോ സൃഷ്ടിക്കപ്പെടുന്നത് അതുതന്നെയാകുന്നു പര എന്ന മായ. മായയ്ക്ക് പല ഭേദങ്ങളുള്ളതിലെ പര എന്ന മായയെപ്പറ്റിയാണ് ഈ ശ്ലോകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ആത്മാവിന് ചിദാത്മാവ്, ജീവാത്മാവ്, പരമാത്മാവ്, വിശ്വാത്മാവ് എന്നിങ്ങനെ പല ഭാവങ്ങളുണ്ട്. സർവത്ര സർവ്വതിലും ആതതമായിരിക്കുന്നത് അഥവാ സർവകവും സർവാന്തരസ്ഥവുമായ ചൈതന്യമാകുന്നു ആത്മാവ്. സമഷ്ടിഭാവം പൂണ്ടു വർത്തിക്കുമ്പോൾ അതിനെ പരമാത്മാവെന്നും പരബ്രഹ്മം എന്നും വിശേഷിപ്പിച്ചു പോരുന്നു. ജീവാത്മാവും ചിദാത്മാവും വ്യഷ്ടിഗത ആത്മഭാവങ്ങളാണ്. ജീവശരീരത്തെ ചൈതന്യവത്താക്കി തീർക്കുന്ന വിധാനീയ സത്തകളുടെയെല്ലാം ആകത്തുകയാണ് ജീവാത്മാവ്. അങ്ങനെയുള്ള ആത്മസത്തയുടെ പൊരുളിനെ അറിയുന്ന ബോധസത്തയുടെ ആകത്തുകയാണ് ചിദാത്മാവ്. ജ്ഞാനസ്വരൂപതയോടുകൂടിയ ആത്മതത്വമാകുന്നു ചിദാത്മാവെന്ന് സാരം. ആത്മതത്വത്തെ ജ്ഞാനസ്വരൂപതയോടുകൂടി ദർശിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മാംഗങ്ങൾ അഥവാ സൂക്ഷ്മ അവയവങ്ങളാണ് മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും പഞ്ചവായുക്കളും. ഇന്ദ്രിയങ്ങൾ 5 ജ്ഞാനേന്ദ്രിയങ്ങളായും 5 കർമ്മേന്ദ്രിയങ്ങളായും പിരിഞ്ഞു നിന്നാണ് വർത്തിക്കുന്നത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ഇവയാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും സ്പർശമറിയാനും സഹായിക്കുക എന്നതാണ് ജ്ഞാനേന്ദ്രിയങ്ങളുടെ ധർമ്മങ്ങൾ. കൈകാലുകൾ, നാക്ക്, വിസർജനേന്ദ്രിയം, ജനനേന്ദ്രിയം എന്നിവയാണ് കർമ്മേന്ദ്രിയങ്ങൾ. എടുക്കാനും കൊടുക്കാനും സഹായിക്കുക, നടക്കാൻ സഹായിക്കുക,
സംസാരിക്കാൻ സഹായിക്കുക, വിസർജനത്തെ സഹായിക്കുക, ആനന്ദിപ്പിക്കുക എന്നിവയാണ് കർമ്മേന്ദ്രിയങ്ങളുടെ ധർമ്മങ്ങൾ. പ്രാണൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ, അപാനൻ എന്നിവയാണ് പഞ്ചപ്രാണങ്ങൾ. പ്രാണവായുവാണ് 5 വായുക്കളായി പിരിഞ്ഞു നിന്ന് പ്രാണന ധർമ്മത്തെ സഹായിക്കുന്നത്. ശരീരത്തിനുള്ളിൽ ഊർധ്വഗതിയിൽ സഞ്ചരിക്കുന്ന പ്രാണവായുവാണ് ഉദാനൻ. ഊർധ്വഗതി എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള സഞ്ചാരമാണ്. ഏമ്പക്കം, ഛർദി, ഇക്കിൾ മുതലായ ശാരീരിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് ഉദാനവായുവാണ്. കുണ്ടലിനി യോഗവിദ്യ അഭ്യസിക്കുന്ന യോഗികളുടെ മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനി ശക്തിയെ ഉണർത്തി സഹസ്രാരപത്മത്തിൽ എത്തിക്കുന്നതിനും സഹായകമായി വർത്തിക്കുന്നത് ഉദാനവായു തന്നെയാണ്. ശരീരത്തിനുള്ളിൽ അധോഗതിയിൽ, അതായത് കീഴോട്ട് സഞ്ചരിക്കുന്ന പ്രാണവായുവാണ് അപാനൻ. വായുകോപത്തെ തടയുന്ന കീഴ്ശ്വാസം, മലമൂത്രാദികളുടെ വിസർജനം, പ്രസവം തുടങ്ങിയ ശാരീരിക പ്രക്രിയകളെ സഹായിക്കുന്നത് അപാനവായുവാണ്. സമാനൻ എന്ന പ്രാണവായു നാഭി പ്രദേശം കേന്ദ്രീകരിച്ച് സമനിലയിൽ വർത്തിക്കുന്ന വായുവാണ്. ദഹനം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് സഹായകമായി വർത്തിക്കുന്ന വായുവാണിത്. ശരീരത്തിന്റെ സർവഭാഗങ്ങളിലേക്കുമുള്ള രക്തപ്രവാഹത്തെ സഹായിക്കുന്ന പ്രാണവായുവാണ് വ്യാനൻ. ഉദാനവായുവിന്റെയും അപാനവായുവിന്റെയും സമാനവായുവിന്റെയും വ്യാനവായുവിന്റെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് പ്രാണനധർമ്മം നിർവഹിക്കുന്ന മുഖ്യ പ്രാണവായുവാണ് പ്രാണൻ. ചുരുക്കി പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണങ്ങളും മനസ്സും ബുദ്ധിയും ചേരുന്ന 17 സൂക്ഷ്മാംഗങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ചിദാത്മപ്രഭാവം സൃഷ്ടിക്കപ്പെടുന്നത്. അമേയ വൈഭവത്തോടുകൂടി പര എന്ന മായാശക്തിയുടെ പ്രഭാവമാണ് ചിദാത്മാവിന്റെ സൃഷ്ടിക്കും കാരണമായി, അവയുടെ പ്രവർത്തനങ്ങൾക്കും സൃഷ്ടിക്കും പ്രവർത്തനങ്ങൾക്കും കാരണമായി ഭവിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞു തരുന്നത്. അദ്വൈത ദർശനം ഉദ്ഘോഷിക്കുന്ന പരമാത്മാവ് തന്നെയാണ് മായാദർശനത്തിലെ പര എന്ന മായ എന്ന് സാരം. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.